പൊറോട്ടയും ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ തിന്നിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. അതിന്റെ ഇടയ്ക്ക് ഇതേ ഭാര്യ ഭർത്താവിന് വാരി കൊടുക്കുന്നു. അപ്പൊ നമ്മൾ രണ്ട് ബൈക്കിലും ഒരു കാറിലും കൂടി ആയിട്ടാണ് കെട്ടുകെട്ടി പോകുന്നത് വേറെ എവിടേക്കല്ല, മിനിയൂട്ടിയിലുള്ള വൈബ് ലാൻഡിക്കാണ്. വൈബ് ലാൻഡിക്ക് പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, പൂളിൽ ചാടാൻ വേണ്ടിയിട്ടാണ്. നിവിൻ ഇതിന്റെ കൂടെ ബൈക്കിലാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് സമയം പപ്പേനെ കാണാത്തോണ്ടുള്ള സങ്കടമാണ് വിളിയിൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ 1 ഹവറിന് 1800 ഇവിടുത്തെ പൂളിന്റെ ചാർജ്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്ത് കയറി. അപ്പൊ ഇവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്. പൂളിലെ ചാടലൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട്. പിന്നെ ചെക്കന്മാർ രണ്ടും പൂള് കണ്ടപ്പോ അങ്ങോട്ട് ഓട്ടായിരുന്നു. എന്റെ അമ്മോ, ഏട്ടൻ രണ്ടരയും പിടിച്ചു കെട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ലല്ലുകൂട്ടനായിരുന്നു ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് കേട്ടോ. അവന് വെള്ളത്തിന് ഒരു പേടിയില്ല. നിവി കുറച്ചെങ്കിലും പേടിയുണ്ടായിരുന്നു. പക്ഷേ പൂള് കണ്ടതും എല്ലാരും ചാട്ടം തുടങ്ങിയിട്ട് അമ്മയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ചാടി ലല്ലുവിനെയൊക്കെ പിടിച്ച് തള്ളിയിടുമായിരുന്നു. ഇതേപോലെ നിവിന് ചെയ്യാൻ കഴിയില്ല കേട്ടോ. നിവിക്ക് കുറച്ചൊക്കെ ഒരു പേടിയുള്ള കൂട്ടത്തിലാണ്. ലാസ്റ്റ് നമ്മളെല്ലാരും ഇറങ്ങി. ഇനി ഏട്ടനും കൂടെ ഇറങ്ങാനുള്ളൂ കേട്ടോ. അങ്ങനെ പൂളിൽ അർമാദിച്ചോണ്ടിരിക്കുകയാണ്. നിവിനെ എങ്ങനെ നിതിൻ ട്യൂബിലൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പേടിയില്ലാത്ത രീതിയിലൊക്കെ കൊണ്ട് നടക്കുകയാണ്. ലല്ലുകൂട്ടൻ ഫുൾ വൈബിലാണ്. ഈ വലിയ പൂളിന്റെ അടുത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ പൂളുണ്ട് കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ നമുക്ക് അവിടെ സേഫ് ആയിട്ട് വെക്കാം. വലിയവർക്ക് വലിയ പൂളിലും ഇറങ്ങാം. അതുകൊണ്ട് പേടിയില്ലാതിരുന്നു. അവര് ആ ചെറിയ പൂളിനകത്ത് ബോളൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു. പിന്നെ ഏട്ടൻ ഇറങ്ങിയിട്ട് നിവീനെയും പിടിച്ചുകൊണ്ട്, പിന്നെ ഏട്ടൻ നിവീനെ കാര്യങ്ങളൊക്കെ നോക്കിട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ അവന്റെ പേടി മാറ്റാന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നല്ലോണം കരഞ്ഞു. പിന്നെ കുഴപ്പമില്ല കേട്ടോ, അവന് പൂൾ ഇഷ്ടമായി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. ഈ ട്യൂബ് കണ്ടുപിടിച്ചവനെ ഞാൻ മനസ്സാ സ്മരിക്കുന്നു. ട്യൂബിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നീന്തുമായിരുന്നു. നല്ല സുഖാട്ടോ ട്യൂബിനകത്ത് നീന്താൻ. നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീന്തലറിയാത്ത എല്ലാതും ട്യൂബിനകത്ത് കയറിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് നല്ല ആഴമായിരുന്നു കേട്ടോ. നീന്തലറിയാത്തോണ്ട് എനിക്ക് ആ ആഴമുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ എന്റെ കാലൊക്കെ പിടിച്ച് വലിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഏട്ടന്റെ ഓരോരോ വികൃതികള്. നമ്മള് ഫുൾ വൈബായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും കുറച്ച് സമയം കെട്ടിപ്പീടിടാ ആ ഒരു മൂടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. ആ സമയത്ത് വീണ്ടും എന്റെ കാല് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ പെയ്യും കേട്ടോ. മുകളിൽ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ. ആ മഴയത്ത് ഞാൻ കുളിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു പോയതാണ്. ലാസ്റ്റ് മഴയൊക്കെ കൊണ്ടപ്പോൾ തലയൊക്കെ നനഞ്ഞു. കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് അമ്മ പിടിച്ചാണ്ട് വിഷ്ണുപ്രിയൻ ഒറ്റ തള്ളു. അവളുടെ ചെവിയിലും മൂക്കിലെല്ലാം വെള്ളം പോയി. അടുത്ത അമ്മായിമ്മ പോരിനുള്ള വകയാണെന്ന് തോന്നുന്നു. കുറെ കഴിഞ്ഞപ്പോ നിവീനെ അതേ പൊതിഞ്ഞു കിട്ടി ഏട്ടൻ സേഫായിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുണ്ടും ടർക്കിയൊക്കെ വെച്ചിട്ട് അവനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് 1 മണിക്കൂർ എത്ര പെട്ടെന്നാ പോയത് അറിയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. തൊട്ടടുത്ത് തന്നെ പാർക്കിലുണ്ട്. കുളിയും ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം പാർക്കിലൊക്കെ കളിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. വന്നപ്പോ പിന്നെ വീണ്ടും വിശന്നു. കുറെ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ലല്ലുക്കുട്ടന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവര് മലപ്പുറത്തിന് പോയി. നമ്മൾ വേഗം കിടന്നുറങ്ങുകയും ചെയ്തു.